നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഭക്ഷണത്തിൽ തുപ്പുന്നവരെ ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല എന്ന വാദവുമായി നടൻ സോനു സൂദ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വിവാദമായതിനു പിന്നാലെയാണ് സോനു സൂദിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. കൻവാർ യാത്രാ റൂട്ടിലെ ഭക്ഷണശാലകളിൽ ഉടമകളുടെ പേരുകൾ പ്രദർശിപ്പിക്കണമെന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് സോനുവിന്റെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. റൊട്ടി ഉണ്ടാക്കുന്നതിനിടയിൽ ധാബ ഉടമ മാവിൽ തുപ്പുന്നതിനെ ന്യായീകരിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ട്വീറ്റ്. പോസ്റ്റിൽ മാവിൽ തുപ്പുന്ന പ്രവൃത്തിയെ രാമന് ഫലങ്ങൾ നൽകുന്നതിന് മുൻപ് രുചിച്ചു നോക്കിയ മാതാ ശബരിയുമായാണ് സോനു താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഭഗവാൻ ശ്രീരാമന് ശബരിയുടെ പഴങ്ങൾ കഴിക്കാമെങ്കിൽ എന്തുകൊണ്ട് തുപ്പിയ റൊട്ടി കഴിക്കാൻ കഴിയില്ല എന്നായിരുന്നു ബോളിവുഡ് നടന്റെ വാദം. മനുഷ്യത്വത്തിന്റെ പ്രവൃത്തിയായി ഇതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് തുപ്പുന്ന പ്രവൃത്തിയെ സോനു സൂദ് ന്യായീകരിച്ചു. നമ്മുടെ ശ്രീറാംജി ശബരിയുടെ രുചിയുള്ള സരസഫലങ്ങൾ കഴിച്ചു, പിന്നെ എന്തുകൊണ്ട് എനിക്ക് തുപ്പിയ റൊട്ടി കഴിക്കാൻ കഴിയില്ല? അക്രമത്തെ അഹിംസ കൊണ്ട് പരാജയപ്പെടുത്താം സഹോദര, മാനവികത നിലനിൽക്കണം എന്നാണ് സോനു സൂദിന്റെ പോസ്റ്റ്. എന്നാൽ മാതാ ശബരി സരസഫലങ്ങൾ രുചിച്ചതിന് പിന്നിലെ ഉദ്ദേശം ശ്രീരാമന് മധുരമുള്ള പഴങ്ങൾ മാത്രം നൽകുക എന്നതായിരുന്നുവെന്ന് കാട്ടി സോനു സൂദിനെ വിമർശിച്ച് നടിയും എംപിയുമായ കങ്കണ അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിൽ തുപ്പിയ ഭക്ഷണം തങ്ങൾ കഴിക്കുമോ എന്നും പലരും ചോദ്യം ഉന്നയിച്ചു. തുടർന്നാണ് തന്റെ പോസ്റ്റിൽ ഭക്ഷണത്തിൽ തുപ്പുന്നവരെ ഞാൻ ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല, ഒരിക്കലും മാറാത്ത സ്വഭാവമാണിത്, ഇതിനവർക്ക് കഠിനമായ ശിക്ഷ നൽകണം, എന്നാൽ മനുഷ്യത്വമായി നിലനിൽക്കട്ടെ സുഹൃത്തെ. ഞങ്ങൾ പരസ്പരം വിശദീകരിക്കാൻ ചിലവഴിക്കുന്ന സമയം ദരിദ്രമായ ആളുകൾക്കായി ഞങ്ങൾ ചിലവഴിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ UP സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ആരാധകനാണ്. UPയിലെയും ബീഹാറിലെയും എല്ലാ വീടുകളും എന്റെ കുടുംബമാണ്. ഓർക്കുക, ഏത് സംസ്ഥാനമോ നഗരമോ മതമോ എന്തുമാകട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കൂ. നമ്പർ 1 തന്നെയാണ് എന്നും സോനു സൂദ് കുറിച്ചിരുന്നു.